നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി പ്രത്യേക അന്വേഷണ സംഘം. DGP ആവശ്യപ്പെട്ട വ്യക്തത വരുത്തിയ റിപ്പോർട്ടാണ് കൈമാറിയത്. പരിശോധിച്ച ശേഷം ഉടൻ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറും. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഈ ആലപ്പുഴയിൽ വെച്ച് നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ ADGP MR അജിത് കുമാർ റിപ്പോർട്ടിൽ അട്ടിമറി നടത്തി എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനായി റിപ്പോർട്ട് തിരുത്താൻ MR അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം. ഈ UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ഇത്തരത്തിൽ അട്ടിമറി ശ്രമം ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 23-ാം തീയതി ഈ അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന SP ഷറഫുദ്ദീൻ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു DGPക്ക്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് തിരികെ അയച്ചു DGP. ആ പശ്ചാത്തലത്തിലാണ് വീണ്ടും അന്വേഷണം നടത്തി കൂടുതൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഈ ഷറഫുദ്ദീൻ ഇന്ന് വൈകിട്ട് DGPക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് DGPയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അടുത്ത ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നും DGPയുടെ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ MR അജിത് കുമാറിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുക സർക്കാരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും. അഖില, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.